ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നടികർ തിലകം ഇറങ്ങി ഇന്ന് 3-ാം തീയതിയാണ്. ടൊവിനോയുടെ ഏറെ കാലത്തിന് ശേഷം കുറച്ച് നാളുകളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ 25 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ ഒരു ഡീസൻറ്റ് സിനിമ എന്നുള്ള പേരാണ് വന്നിരിക്കുന്നത്. ടൊവിനോയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ഡേവിഡായിട്ട് ഇവിടെ ടൊവിനോ എത്തുമ്പോൾ നല്ല ലെവലിൽ ഷൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക കോമഡികളും വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല BGM ആണ് എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ പുറത്ത് പറയുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടുവരുന്നത് കൊണ്ട് ചില സിനിമകളുടെ ഷെയ്ഡ്, അതായത് പ്രത്യേകിച്ച് ഉദയനാണ് താരത്തിൻ്റെ മെയിൻ പ്ലോട്ട് പോലെയുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. എന്താണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സ്വാഭാവികമായും നമുക്കറിയാൻ കഴിഞ്ഞിരുന്നു വേറെ ഒന്നുമല്ല, ഒരു താരം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ട് പടങ്ങൾ പൊളിയുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് പെർഫോമൻസ് വൈസ് പറയുമ്പോഴത്തേക്ക് ലീഡ് കാസ്റ്റ് എല്ലാം ഗംഭീരമായിട്ട് തന്നെ വരുന്നു. ഭാവന ഈ സിനിമയിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് എന്നുള്ളത് തന്നെയാണ്. മലയാളത്തിലേക്ക് അല്ലാതെ ഭാവനയ്ക്കല്ലാതെ തിരിച്ചുവരവെന്നല്ല, മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു ചുവടുവെപ്പ് എന്നുള്ളതാണ്. അത് കത്താൻ ഏറെ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യ പ്രതികരണങ്ങളിൽ അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് പോകുമ്പോൾ ഏറെയും പ്രതീക്ഷ സെക്കൻഡ് ഹാഫ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കൊണ്ടും ഒരു ഡീസൻറ്റ് സിനിമ എന്നുള്ളത്, ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ അതെങ്ങനെ കൊണ്ടുപോകുന്നു, അതായിരിക്കും സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഏറെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നല്ല ലെവലിലുള്ള സിനിമയായിരിക്കും എന്നുള്ളത് തന്നെ. എന്താണെങ്കിലും ഇവിടെ ടൊവിനോ ഒരു നല്ല സിനിമ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നല്ല ലെവലിൽ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എക്സലൻറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. സെക്കൻഡ് ഹാഫിന് വേണ്ടി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.